കോളേജിൽ ചെന്നാൽ SFIയുടെ സമരത്തിനും മറ്റു കാര്യത്തിനൊക്കെ പോകും, വല്ലപ്പോഴേ കോളേജിൽ പോവുകയുമുള്ളൂ. അങ്ങനെ പരീക്ഷ കൃത്യസമയത്ത് എഴുതാൻ കഴിയാത്ത സാഹചര്യവും കോളേജ് വിദ്യാഭ്യാസം മുടങ്ങി. കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ പഠനം മുടങ്ങിയപ്പോഴാണ് ആ കുട്ടിയെ അതിനിടയിൽ കുട്ടിയുടെ ഒരു വലിയൊരു ഒരു ഒരു കുറവാണെന്നോ കൂടുതലാണെന്നോ ഏത് കാര്യം കണ്ടാലും പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ പ്രതികരിച്ച് തുടങ്ങി. പ്രത്യേകിച്ച് മൂത്ത ജ്യേഷ്ഠൻ വിവാഹം കഴിച്ച് വരുന്ന ആളും അമ്മയും എല്ലാവരും ഉള്ളൊരു കുടുംബമായി താമസിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുടെ ഭാഗമായി വലിയ പ്രതിഷേധം വീടിനകത്തും പുറത്തുമൊക്കെ കാണിക്കാറുണ്ട്. ഈ കാണിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം ഈ 9ാമത്തെ മകൻ എന്തിനാണ് ഇനി ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് നല്ല രസകരമായ കാര്യം. എല്ലാ ദിവസവും ഒരു 11-11:30 മണിയാകുമ്പോൾ ഈ മകൻ്റെ അമ്മ ആ വീട്ടിൽ ചോറ് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി കഞ്ഞിവെള്ളത്തിൽ തേങ്ങയും ഉപ്പും മാങ്ങയും അല്ലെങ്കിൽ നാരങ്ങയൊക്കെ ഇട്ട് ഈ കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ അവധി ദിവസമാണെങ്കിൽ, അല്ല സ്കൂളിൽ പോകണമെങ്കിൽ സ്കൂളിൽ പോകും. അപ്പോൾ ഈ കോളേജിലൊന്നും അങ്ങനെ പോയി സമയത്ത് പോകാതെ മുടങ്ങി വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇങ്ങനെ 11:30-12 മണിക്ക് കഞ്ഞിവെള്ളം കുടിക്കാൻ മകനെ വിളിക്കുമ്പോൾ മകനെ കാണുന്നില്ല, ഈ കുട്ടിയെ കാണുന്നില്ല. കുട്ടി എന്താ ചെയ്യുന്നത്? അകത്തിരുന്നിട്ട് നമ്മൾ ഈ ഇലക്ട്രിക്കൽ വയർ ശരീരത്തിൽ ചുറ്റി അതിൽ നിന്ന് മുഴുവൻ ചുറ്റിക്കൊണ്ട് ഈ മരിക്കാൻ തീരുമാനിക്കുകയും, അപ്പോൾ കൈകൊണ്ട് സ്വിച്ച് ഇടാൻ തീരുമാനിക്കുമ്പോൾ ആരോ ഒരു ഉൾവിളി പോലെ ആ കുട്ടിക്ക് തോന്നി ഇനി കൈകൊണ്ട് സ്വിച്ച് ഇടേണ്ട. അപ്പോൾ കുട്ടി അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഈ തലകുത്തിയൊക്കെ നിൽക്കുമായിരുന്നു, ഈ ചുവരിലൊക്കെ ചാരി തലകുത്തിയൊക്കെ നിൽക്കുന്നൊരു ശീലമുണ്ട്. അങ്ങനെ തലകുത്തി നിന്നാൽ കാലുകൊണ്ട് സ്വിച്ച് ഇടാൻ പറ്റും. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൈകൊണ്ട് സ്വിച്ച് ഇടുന്നതിന് പകരം കാലുകൊണ്ട് സ്വിച്ച് ഇടാൻ തീരുമാനിച്ചുകൊണ്ട് കാലുകൊണ്ട് സ്വിച്ച് ഇട്ടു. പക്ഷേ സ്വിച്ച് ഇട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫാൻ തിരിഞ്ഞ് കറങ്ങുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം കുട്ടിക്ക് മനസ്സിലായത്. കറണ്ട് ഈ നമ്മൾ തലകുത്തി നിന്നുകൊണ്ട് ചുവരിലേക്ക് കയറാൻ ശ്രമിച്ച ആ സമയം കൊണ്ട്, നിമിഷ നേരങ്ങൾ കൊണ്ട് കറണ്ട് പോയി.